Hello amigo, it's me Rango. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ലോങ് റൈഡ് പോകുമ്പോഴും അതുപോലെ തന്നെ ട്രക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കാരണം ഡീഹൈഡ്രേഷൻ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ സമ്മർ സീസണിലെ ചൂട് നല്ല കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായി ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. ജനറിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു ഹൈഡ്രേഷൻ ബാഗാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ ബാഗ് തന്നെയാണിത്. ആമസോൺ പോലെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്ന് ഒരു ബിലോ 1000 റുപ്പീസിന് നിങ്ങൾക്ക് ഈ ഒരു ഹൈഡ്രേഷൻ ബാഗ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സിപ്പിംഗ് പൈപ്പോട് കൂടിയിട്ടുള്ള 2.5 ലിറ്റർ വാട്ടർ ബ്ലാഡറും അത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാട്ടർ ബാഗുമാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ബാഗിൻ്റെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ നൈലോൺ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ബാഗിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ബ്ലാഡർ ഓപ്പണിംഗ് കാണാം. അതുകൂടാതെ തന്നെ തൊട്ട് മുകളിലായിട്ട് നോർമൽ ബാഗിൽ കാണുന്ന പോലെ ഒരു ചെറിയ ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ അപ്പർ മിഡിൽ പോർഷനിലായിട്ട് വളരെ സ്ട്രെങ്ത് ഉള്ളൊരു ഹോൾഡിംഗ് ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ വളരെ കുഷനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സർഫസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതുകൂടാതെ തന്നെ സ്ട്രാപ്സും കാര്യങ്ങളും ഒക്കെ അതും കാണാവുന്നതാണ്. ഈ ഒരു ബാഗിൻ്റെ സ്ട്രാപ്സിലേക്ക് നോക്കുകയാണെങ്കിൽ പുഷ് ബക്കിളോട് കൂടിയിട്ടുള്ള ഒരു ചെസ്റ്റ് സ്ട്രാപ്പും അതിൻ്റെ കൂടെ 2 ഷോൾഡർ സ്ട്രാപ്പുമാണ് ഈ ഒരു ബാഗിൽ വന്നിട്ടുള്ളത്. ഷോൾഡർ സ്ട്രാപ്സിനും ഈ ഒരു പുഷ് ബക്കിൾ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാക്കറ്റിൻ്റെ മുകളിലൂടെയൊക്കെ ഇടാനും റിമൂവ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. ഇനി ഈ ഒരു സ്ട്രാപ്സിൻ്റെ അഡ്ജസ്റ്റിംഗ് ലെങ്ത് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അഡ്ജസ്റ്റിംഗ് ലെങ്ത് ഷോൾഡർ സ്ട്രാപ്സിന് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചെസ്റ്റ് സ്ട്രാപ്പ് കുറച്ചൊരു കറക്റ്റ് ലെങ്ത്താണ്. കുറച്ചൊരു തടിച്ച ആളൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്താലും എത്താതെ വരും. അതുപോലെ തന്നെ 2 ഷോൾഡർ സ്ട്രാപ്പിലും അവർ 4 ഡി റിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തും 4 ഡി റിങ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഏതെങ്കിലും ബാഗിൻ്റെ കൂടെയൊക്കെ ഹുക്ക് ചെയ്ത് വെക്കാനൊക്കെ ഈ ഒരു ഡി റിങ്സ് ഹെൽപ്ഫുൾ ആവും. ഇനി നമുക്കിതിൻ്റെ വാട്ടർ ബ്ലാഡർ ഒന്ന് പുറത്തെടുത്ത് നോക്കാം. വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ ഈ ഒരു ബ്ലാഡർ ക്യാപ്പ് റിമൂവ് ചെയ്യാം. അതിനുശേഷം ബാക്ക് സൈഡിലായിട്ട് ഒരു വെൽക്രോ ക്ലോസോട് കൂടിയ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു വാട്ടർ ബ്ലാഡർ പുറത്തേക്ക് എടുക്കാവുന്നതാണ്. .5 ലിറ്റർ കപ്പാസിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു വാട്ടർ ബ്ലാഡറാണിത്. ഇതിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് ഒരു വലിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് വെള്ളം ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്തായിട്ട് ഒരു ഔട്ട്ലെറ്റ് പൈപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഔട്ട്ലെറ്റ് പൈപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നോർമൽ സിപ്പിംഗ് ബോട്ടിൽ വരുന്ന അതേ ഒരു മെക്കാനിസം തന്നെയാണ് വരുന്നത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒരു ഡസ്റ്റ് ക്യാപ്പും ഒരു ബൈറ്റ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റബ്ബർ ക്യാപ്പും കൂടെ വന്നിട്ടുണ്ട്. ബാക്കി മെക്കാനിസം എല്ലാം തന്നെ നോർമൽ സിപ്പിംഗ് ബോട്ടിലുള്ള അതേ ഒരു മെക്കാനിസം തന്നെയാണ്. ഔട്ട്ലെറ്റ് പൈപ്പിൻ്റെ കണക്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ലീക്കൊന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാട്ടർ ബ്ലാഡർ എങ്ങനെ തിരിച്ച് ഈ ഒരു ബാഗിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഈ ഒരു വാട്ടർ ബ്ലാഡറിൻ്റെ ഓപ്പണിംഗ് പോർഷൻ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് ഈ ഒരു ബാഗിൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബ്ലാഡർ മടങ്ങി പോകാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം ഔട്ട്ലെറ്റ് പൈപ്പ് സെറ്റ് ചെയ്യണം. അതിനായിട്ട് 2 ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ടും 2 ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കൺവീനിയൻ്റ് ആയ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് പുറത്തേക്ക് എടുക്കുക. ഇനി ഈ ഒരു ബ്ലാഡർ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം ആ ഒരു കമ്പാർട്ട്മെൻറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് നമുക്ക് ഈ ഒരു ചെസ്റ്റ് സ്ട്രാപ്പിൻ്റെ ഭാഗത്തൊരു ഇലാസ്റ്റിക് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഈ ഒരു ബ്ലാഡറിൻ്റെ ഓപ്പണിംഗ് ഭാഗം ബാഗിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു ഹോളിൽ കറക്റ്റായിട്ട് പുറത്തേക്ക് തള്ളി വെക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ക്യാപ്പ് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഹൈഡ്രേഷൻ ബാഗ് കംപ്ലീറ്റ്ലി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പണിങ്ങിലൂടെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2.5 ലിറ്റർ വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു ഹൈഡ്രേഷൻ ബാഗിനുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട എക്സാക്റ്റ് രീതി ഇങ്ങനെയല്ല. കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ ഈ ഒരു ഹോൾഡിംഗ് ഗ്രിപ്പിൽ പിടിച്ചുകൊണ്ട്
വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഓവർഫ്ലോ ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ബ്ലാഡർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ലീക്കോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഫുൾ സെറ്റാണ്. ഫസ്റ്റ് ടൈം ഈ ഒരു ബ്ലാഡർ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലാഡർ മെറ്റീരിയലിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹോട്ട് വാട്ടർ ഉപയോഗിച്ച് 2-3 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ബ്ലാഡർ യൂസ് ചെയ്യാം. ഈ ഒരു ബ്ലാഡർ ജാക്കറ്റിൻ്റെ മുകളിൽ ഇട്ടാലുള്ള ഒരു ലുക്കും എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇടാമെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഈ ഒരു ഹൈഡ്രേഷൻ ബാഗിൻ്റെ ഷോൾഡർ സ്ട്രാപ്സിലെല്ലാം തന്നെ പുഷ് ബക്കിൾ കൊടുത്തതുകൊണ്ട് തന്നെ ഈ ഒരു ജാക്കറ്റിൻ്റെ മുകളിലൂടെ ഇത് ഇടാൻ ഭയങ്കര ഈസിയാണ്. പൊതുവേ നമ്മൾ ജാക്കറ്റിൻ്റെ മുകളിൽ ബാഗ് ഇടുമ്പോഴുള്ള ആ ഒരു ഡാൻസ് കളി നമുക്ക് ഈ ഒരു ബാഗിൽ വരില്ല. കാരണം ഈ ഒരു പുഷ് ബക്കിൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഹൈഡ്രേഷൻ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹെൽമെറ്റ് ഊരാതെ തന്നെ ഹെൽമെറ്റിൻ്റെ താഴ്ഭാഗത്ത് കൂടെ നമുക്ക് വെള്ളം സിപ്പ് ചെയ്ത് കുടിക്കാവുന്നതാണ്. അപ്പോൾ വാട്ടർ ക്യാരി ചെയ്യണത് കുറച്ചുകൂടെ ഈസിയാവും. അതേപോലെ തന്നെ ബോട്ടിലെടുത്ത് ഹെൽമെറ്റ് ഊരി കുടിക്കണ ആ ഒരു ടൈമെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു ഹൈഡ്രേഷൻ ബാഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.